ചെവി അടഞ്ഞ പോലൊന്നും ഇല്ലല്ലോ. റൊട്ടി പാരി മുക്കി കഴിച്ചു. ശരി, നേരെ ആവട്ടോ. ചെറിയണ്ട, മലന്ന് തന്നെ കിടന്നാ മതി. എല്ലാരും മാത്തിച്ചേർത്തിന്നാ വിളിക്കുന്നേ. ഡോക്ടർ പേര് തന്നെയല്ലേ ചോദിച്ചത്? അതെ അതെ. ഇയർ ബാലൻസിന് തന്നെ ആണല്ലേ? ആ, സ്വതവേ കേൾവിക്കുറവൊന്നുമില്ലല്ലോ. അയ്യോ കുറവാ. ഞാൻ പേടിച്ചിട്ട് മനസ്സിൽ പോലും ഒന്നും പറയാറില്ല. ഡബിൾ പവറാ. ശരി, ഞാൻ ഡോക്ടറെ ജീപ്പിലാക്കിയിട്ട് വരാം. വഴിയറിയാം, കുഴപ്പമില്ല. ഇല്ല, ഞാനും വരാം. ചിലപ്പോൾ പട്ടികൾ കാണും. പരിചയമില്ലാത്തവരുടെ ഇച്ചിരി പെശക. ഞാനോ ചേട്ടത്തിനുണ്ടെങ്കിൽ കുറച്ച് മയങ്ങാം. ഇത്രയും ഹൈറ്റിലാകുമ്പോൾ പ്രഷർ കൊണ്ടും ഇയർ ബാലൻസ് പ്രശ്നം വരും. ആ, ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണല്ലേ? 2 ആ, ഈ സൂക്കേടൊക്കെ വെച്ച് ഇമാതിരി ഒരു സ്ഥലത്ത്. ഡോക്ടറെ. ആ, ജീപ്പിന്റെ അല്ല, അത് ഞാൻ സ്റ്റാൻഡ് വെച്ച് തന്നെ കൊടുത്തു. ഇങ്ങോട്ടാന്ന് പറഞ്ഞാൽ മൊത്തം പൈസ അഡ്വാൻസ് കൊടുക്കണം, എന്നാലേ ജീപ്പ് ഇറക്കത്തുള്ളൂ. ഇതൊന്ന് പൊക്കിക്ക്. സിബിയെ, ആരാടാ ഉള്ളേ? സിബിയെ കേക്കാവോ? ആ ഷാജ, ഞാനിവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയേ 7:15 വിട്ടു. ആ, ഓവർ. ഇതെന്നാ? പോലീസുകാർ ഏർപ്പാടാക്കിയ സെറ്റപ്പാ. 7:15 പുറപ്പെട്ടെന്ന് പറഞ്ഞ് കേട്ടായിരുന്നോ? ആ, 8 മണിക്കുള്ളിൽ ജീപ്പ് അടിവാരത്തെത്തിയില്ലെങ്കിൽ അവിടെ ഉള്ളവര് പോലീസിനെ അറിയിക്കണമെന്നാ. ഓ, കൽക്കണ്ണം വാങ്ങാൻ ഒത്തില്ല, വിട്ടുപോയതാ. ഡോക്ടർ ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് പൊക്കാനുള്ള പാച്ചിലല്ലായിരുന്നോ? മറ്റന്നാൾ മേടിക്കാം. മറ്റന്നാ എന്നാ? മറ്റന്നാളെ പോസ്റ്റ് ഓഫീസിൽ പോകണം.